നമസ്കാരം. നാഗ്പൂർ കലാപം മനഃപൂർവ്വമുണ്ടാക്കിയതോ? പിന്നിൽ വമ്പൻ ശക്തികൾ. നമുക്ക് എന്താണ് നാഗ്പൂരിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഔറംഗസീബിന്റെ ശവകുടീരം നീക്കം ചെയ്തതിനെ തുടർന്നാണ് അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്. നാഗ്പൂരിൽ സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അക്രമം സ്വയമേയുള്ള ഒരു പൊട്ടിത്തെറിയല്ല, മറിച്ച് ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത സംഭവമാണ് എന്ന് ഊന്നിപ്പറയുന്നു. ഇപ്പോൾ പ്രചരിക്കുന്ന ഒന്നിലധികം CCTV ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ബോധപൂർവമായ ആസൂത്രണത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് ആ ക്ലിപ്പുകളിൽ നിന്ന് കാണാം. ആക്രമണത്തിന് പിന്നിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഗൂഢാലോചന ഉണ്ടെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന നിയമസഭാ ബഡ്ജറ്റ് സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആയുധങ്ങൾ, കല്ലുകൾ, പ്രത്യേക വീടുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ജനക്കൂട്ട ആക്രമണങ്ങൾ എന്നിവയെല്ലാം പോലീസ് കണ്ടെത്തിയതായി ഫട്നാവിസ് വിശദീകരിച്ചു. ഇത് വ്യക്തമായും ആസൂത്രിതവുമായ ആക്രമണത്തിന്റെ സൂചനയാണ്. ആൾക്കൂട്ടം പ്രത്യേക വീടുകളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചു. ഉത്തരവാദികൾക്കെതിരെ അവരുടെ ജാതിയോ മതമോ പരിഗണിക്കാതെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക. പ്രത്യേക വീടുകളെയും സ്ഥാപനങ്ങളെയും അവർ ലക്ഷ്യം വെച്ചു. അതായത് ഹിന്ദുക്കളുടെ വീടുകളും ബിസിനസ്സുകളും പ്രത്യേകമായി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ കലാപം. CCTV ക്യാമറകളുടെ തന്ത്രപരമായ നാശവും അക്രമത്തിന്റെ ലക്ഷ്യ സ്വഭാവവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കലാപകാരികൾ എന്തുകൊണ്ട് ചില വീടുകൾ, അതും ഹിന്ദുക്കളുടെ വീടുകൾ മാത്രം ആക്രമിച്ചു? അങ്ങനെയെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ ലഭിച്ചു കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പോലീസിന്റെ അവഗണനയാണ് അക്രമം വർദ്ധിക്കാൻ കാരണമായതെന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു. കലാപത്തിനിടെ ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ പ്രത്യേകമായി ലക്ഷ്യമിട്ടിരുന്നു. ഹിന്ദുക്കളുടെ കടകൾ മനഃപൂർവ്വം തീയിട്ടു, വാഹനങ്ങൾ നശിപ്പിച്ചു, വീടുകളും ക്ലിനിക്കുകളും പോലും ആക്രമിക്കപ്പെട്ടു. ആക്രമണത്തിന്റെ ഏകോപിത സ്വഭാവത്തെക്കുറിച്ച് സംശയം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ്. മഹാരാഷ്ട്ര സർക്കാർ നടത്തിയ നല്ല പ്രവർത്തനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ആക്രമണമെന്ന് അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാക്കൾ കലാപം ഉണ്ടാക്കുമെന്ന് പ്രവചിച്ചുകൊണ്ടിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്താൻ പ്രതിപക്ഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കലാപം സംഘടിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസുകാരും ഇളക്കിവിട്ടതാണ് ഈ പ്രതിഷേധമെന്നാണ് അദ്ദേഹം പറയുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.